നമ്മള് ഐ എനർജി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലെ, നമ്മളെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ആണ് ഐ എനർജി എന്ന് പറഞ്ഞിട്ട്. ആ ഐ എനർജി ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെ കൊടുത്തിട്ട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്, നല്ല മാറ്റം ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഐ എനർജിന്റെ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യും. ഐ എനർജി എന്റെ മരുമോള് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ 2 ആഴ്ച അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പിന്നെ മോന് ഇൻഡസ്ട്രിയൽ വർക്കാണ്. അപ്പൊ കണ്ണൊക്കെ പാടെ ചൂന്ന് ഇങ്ങനെ ഞരമ്പ് വേറെ നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ അത് യൂസ് ചെയ്തോന്ന് പറഞ്ഞപ്പോ അവൻ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ളൂ. അതിപ്പോഴും ബാക്കിയുണ്ട്. നല്ല റിസൾട്ടാണ്. കണ്ണൊക്കെ റെഡിയായി. അപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓനും പറയുന്നുണ്ട് എന്റെ കണ്ണൊക്കെ ഇങ്ങനെ കേട് വന്നിരുന്നു, അത് മേടിച്ചോളി എന്നൊക്കെ ഇങ്ങനെ എല്ലാരോടും പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കുള്ള കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ നല്ല സുഖമായിട്ടുണ്ട്. ഇനിയിപ്പം മരുമോള് ഇവിടെ എപ്പോഴും ഈ ബാങ്കിലാണ്. അപ്പൊ അവൾ അതിന് വേണ്ടിയിട്ടാ ചോദിച്ചത്. ഈ കമ്പ്യൂട്ടർ എപ്പോഴും യൂസ് ചെയ്യുന്നല്ലേ, അപ്പൊ ഒന്ന് കണ്ണിന്റെ ഒഴിക്കാന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാ. അപ്പൊ അവൻ ഇൻഡസ്ട്രിയിലത്തെ ആ കണ്ണിന്റെ കേടുകൊണ്ട് അതും മാറി. അങ്ങനെയുണ്ട്. ഓക്കെ, വേറെ ആയിരിക്കും ഐ എനർജി ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ട്? വീട്ടിൽ എനിക്ക് കണ്ണ് ചൊറിച്ചിൽ വരും, കണ്ണിന്ന് വെള്ളം ഒലിക്കും. ഫോണ് യൂസ് ചെയ്യുന്നത് കുറച്ച് അധികമാണ്. ഇപ്പൊ ഒരുപാട് കുറച്ച്, കാരണം റീൽസും ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ അങ്ങനെ കണ്ടോണ്ടിരിക്കലായിരുന്നു ചില സമയത്തൊക്കെ. അപ്പൊ കണ്ണിന് ചൊറിച്ചില്, ഒരു കണ്ണ് മാത്രം അങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയും, അതേപോലെ വെള്ളം ഒലിക്കും. ഇതിനു മുന്നേ കണ്ണിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, കാഴ്ചക്കുറവോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. പക്ഷെ ഐ എനർജി ഉപയോഗിക്കുന്ന സമയത്ത് നല്ല റിസൾട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കണ്ണ് ചുവന്നിട്ട് ഭയങ്കര ചുവപ്പ് വരും. എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, കണ്ണ് നിറയെ ഇതായിട്ട് തുറക്കാനേ പറ്റില്ല 2 കണ്ണും. അങ്ങനെ ആ ഒരു സമയത്ത് മഹാളിയും കാര്യങ്ങളൊന്നും അല്ല, എന്താന്ന് അറിയില്ല സംഭവം. ഇപ്പൊ 2 വട്ടമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഐ എനർജി ഉപയോഗിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. ആ കളറ് മാറി, ഇങ്ങനെ തീ വരുന്ന സംഭവം ഒന്നും ഇല്ല. കണ്ണിങ്ങനെ ചൂടാകുന്നതുകൊണ്ടാണ് എന്താന്ന് അറിയില്ല, അങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട്. 2 വട്ടമായിട്ട് വന്ന്. പക്ഷെ ഐ എനർജി ഉപയോഗിച്ചിട്ട് വേറെ കാണിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അടിപൊളി. പിന്നെ ഐ എനർജി ഉപയോഗിച്ചിട്ട് ശനിയാഴ്ച മലപ്പുറം മീറ്റിങ്ങിന് വന്നപ്പോ യാത്ര ചെയ്ത സ്പോട്ടില് തലവേദന വരുന്ന ഒരാളാണ്. കാറ്റും കാര്യങ്ങളൊക്കെ തട്ടിയ സ്പോട്ടില് തലവേദന വരും. വൈകുന്നേരം വന്നപ്പോ തന്നെ ഉണ്ട് തലവേദന. ഞാൻ വീട്ടിലെത്തിയപ്പോ 7:30 ഞാൻ കടയിൽ കയറിയതിന് ശേഷമാണ് ഇവിടെ വന്നത്. കടയിൽ സെയിൽസ് ക്ലോസിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം വരാൻ. അവിടെ മോൻ ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലിയറൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടെ വന്നേ പാടനെ വേഗം മേല് കഴുകി കഴിഞ്ഞതിന് ശേഷം സ്പോട്ടിൽ ഞാൻ ചെയ്തത് ഐ എനർജി ഉപയോഗിച്ചു. രണ്ട് തുള്ളി കണ്ണിലിറ്റിച്ചു, പൂണ്ടിക്കീല് നെറ്റിയില് പെരട്ടിക്ക് കൊടുത്തു. ഒരു 10 മിനിറ്റ് ഞാൻ വെറുതെ ഇരുന്നു. ആ 10 മിനിറ്റ് നേരെ വെറുതെ ഇരുന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ തലേന്റെ ആ കടച്ചിലും കണ്ണിന്റെ വേദനയും ഒക്കെ നല്ല ആശ്വാസമുണ്ട്. ഓക്കെ, ഹലോ അനീഷാണ്. ഇന്നലെ അമ്മ കർമൂസ് അടിക്കുന്ന സമയത്ത് അതിന്റെ കറ കണ്ണിൽ വീണ്, പിന്നെ കണ്ണൊന്നായിട്ട് ചുരുങ്ങി കുറെ സമയം ആ ഒരു റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റെഡി ആവുന്നില്ല. വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഐ എനർജി കൊണ്ട് ഇട്ടിച്ച് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് കണ്ണ് നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് പോകണം. ഇന്നലെ കിട്ടിയ റിസൾട്ടാണ്. അടിപൊളി സാറേ. അപ്പൊ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഐ എനർജി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മള് സ്റ്റോക്ക് ചെയ്ത് പറഞ്ഞു സാർ. സാധാരണ നമുക്ക് എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്ന ഒരിതുണ്ട്, ഒരു 40 കഴിഞ്ഞാൽ കണ്ണിനൊരു മങ്ങിച്ച് വരും, ലോങ് സൈറ്റും ഒക്കെ. പിന്നെ മൊബൈൽ കണ്ടിട്ടുണ്ടാവുന്ന കാഴ്ചയല്ല, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടല്ല, ലോങ് സൈറ്റിൻ്റെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് റിസൾട്ട് കിട്ടുന്ന ആ ഒരു പേപ്പറുണ്ട്, അതൊരു കോളം ഒഴിവുണ്ടാവില്ല. പക്ഷേ കൃത്യമായിട്ട് 6 മാസം
2 നേരം 3 നേരമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ എന്താ പറയുക, നമ്മൾ വായിക്കുന്ന ആ ഒരു അകലത്തിലുള്ള കാഴ്ചയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ ക്ലിയർ ആയി. കൂടാതെ ഒരാഴ്ച മുമ്പ് ഉണ്ടായിട്ടുള്ള റിസൾട്ടാണ്. എൻ്റെ വീട്ടിലൊരു നായുണ്ട്, ജിമ്മി എന്നാണ് പേര്. പെട്ടെന്ന് അതിൻ്റെ ഒരു കണ്ണിന് ഭയങ്കര ചുവപ്പ് നിറം, പിന്നെ എന്താ പറയുക, ഭയങ്കര ചുവപ്പ് നിറം. കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മാതിരിയാവും. ഒറ്റ പ്രാവശ്യം എനർജി ഒന്ന് ഉപയോഗിച്ചു, ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ജീവനുള്ള എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എന്നുള്ളത്. അപ്പം വലിയൊരു റിസൾട്ടാണത്. കാരണം അതിനെ കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ എന്തോ ഒരു അസുഖമാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതിയിൽ, അപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇത് ഉറ്റിക്കാൻ സമ്മതിക്കൊന്നുമില്ല. പക്ഷേ എന്നാലും എന്താണ്, അത് ഉറ്റിച്ചു കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ്. ഓക്കെ ഓക്കെ സാറേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല റിസൾട്ട്. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചയായി ജിജി സാർ പറഞ്ഞ ആ ഒരു കേസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. കാരണം ഒരു കണ്ണ് ഒരു മങ്ങൽ പോലെയുള്ള ചില സമയം അടുത്ത് നമുക്ക് ഫോണിൽ നമ്മളിങ്ങനെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിലൊക്കെ കാണുന്ന പേര് ചില സമയം ചെറിയൊരു മങ്ങല് ഇങ്ങനെ തോന്നും. അപ്പൊ ഏകദേശം 2 ആഴ്ചയായി. അപ്പൊ ഇപ്പൊ ഞാൻ ഏകദേശം ഒരാഴ്ചയായി ഞാൻ ഐ എനർജി ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിച്ച് ഒരു ദിവസം ഞാനിങ്ങനെ എന്റെ ഫോണിലിങ്ങനെ അത് ഉറ്റിക്കുന്നതിന് മുന്നേ നോക്കുന്ന സമയത്തൊക്കെ എനിക്ക് എഴുത്ത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ഇങ്ങനെ മങ്ങല് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഉറ്റിച്ചതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ക്ലിയർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ക്ലിയർ ആണ്, എഴുത്തൊക്കെ ക്ലിയർ ആണ്. അപ്പോ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മളെ വൂണ്ട് ഹീല്, അതുപോലെ തന്നെ ഐ എനർജി, ഇതൊക്കെ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും റിസൾട്ടില് ഭയങ്കര വലിപ്പം കൂടുതൽ, ഭയങ്കര റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. അപ്പോ സാറ് പറഞ്ഞ പോലെ അങ്ങനെ എന്താ പറയുക, സയന്റിസ്റ്റുകൾ, നമ്മുടെ കമ്പനിയുടെ സയന്റിസ്റ്റുകൾ അത്രത്തോളം റിസൾട്ടുകൾ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഓരോ പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്ത് നമ്മളെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതിന്റെ എന്ത് ചെയ്യുക, വാല്യൂ ഒക്കെ മനസ്സിലാക്കുക, അത് നമ്മളെ ചുറ്റുവട്ടത്തുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക. അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒരു മടിയും നമ്മൾ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് അത്രയും നമുക്ക് വിശ്വാസമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് നമ്മളെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളുകളിലേക്ക്, പല ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളിലേക്ക് നമ്മൾ ഒന്ന് എത്തിക്കുന്ന സമയത്ത് അവരത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഉപയോഗിക്കേണ്ട രീതിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതേ ഡോസേജില് അതേ നമ്മൾ പറയുന്ന അതേ കോഴ്സ് ആയിട്ട് ഒന്ന് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ നല്ല റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവർക്ക് നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരുപാട് കാലങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് മതിയാക്കിയ ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്തായിരിക്കും ചില സമയം നമ്മൾ അവരെ മുന്നിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കും വലിയ സന്തോഷമാണ് അത് മാറിക്കിട്ടുന്ന സമയത്ത്. അതോടൊപ്പം നമുക്കും എന്താണ്, നമ്മൾ കൊടുത്ത ഒരു കാരണം കൊണ്ട് അത് മാറി എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ തരത്തില് എന്താ പറയാ, ഡിസൈൻ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ വേറെ ആയിരിക്കും ഐ എനർജി ഉപയോഗിച്ചിട്ട് കിട്ടിയ സാറേ, നമ്മളെ പ്രൊഡക്റ്റുകളെല്ലാം ആദ്യം പരീക്ഷിക്കുന്നത് മനുഷ്യരിലല്ല, എലികളിലും പൂച്ചകളിലും അതുപോലുള്ള മൃഗാദികളിലൊക്കെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് അല്ല ആദ്യം ഇത് കൊടുക്കുന്നത്. ഇത് എങ്ങനെ വിജയിക്കും, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് നമ്മുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലികളിലാണ് അല്ലെങ്കിൽ കോഴിമുട്ടയിലൊക്കെയാണ് പരീക്ഷിച്ചത് എന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ റിസൾട്ട് കിട്ടുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു കാഴ്ചയാണ് ഞാൻ എന്താ പറയുക, ലിവഗൈൻ ഈ നായക്കൊക്കെ ഉണ്ടാവും. മൃഗങ്ങൾക്കൊക്കെ ചില സമയത്ത് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് ലിവഗൈൻ തന്നെയാണ് കൊടുക്കരുത്. ലിവഗൈൻ കുടിക്കൂല, ലിവഗൈൻ അങ്ങനെ കുപ്പി കാണുമ്പോഴേക്കും വിട്ടാളും, അതിനൊരു കയ്പ്പാണല്ലോ. അപ്പോൾ നായക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ, അതായത് ലിവഗൈനും ഐ എനർജിയും ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, കാരണം സയൻറ്റിസ്റ്റുകൾ പോലും പരീക്ഷിക്കുന്നത് ഇതുപോലുള്ള മൃഗങ്ങളിലാണ്. അപ്പോൾ ആരും ഒഴിവാക്കണ്ട, വീട്ടിലുള്ള കോഴിക്കും പൂച്ചയ്ക്കും ആടിനും
എല്ലാവർക്കും ധൈര്യമായിട്ട് കൊടുക്കുക. കാരണം ആർക്കും നല്ല റിസൾട്ട് തരുന്നൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, അടിപൊളി. സാറേ, എന്റെ വീട്ടിലെ കോഴിക്ക് ഇതേപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിന്റെ ഈ പൂവിലൊക്കെ ഒരു കറുത്തൊരു സംഭവം ഉണ്ടാവില്ലേ, എന്താ പറയാ, എന്തോ ഒരു കറുത്തിട്ടൊരു സാധനം ഉണ്ടാവും. അതിന് ഞാൻ തേച്ചിട്ട് അത് പൊളിഞ്ഞു പോയി, ഫുള്ളായിട്ട് പൊളിഞ്ഞു പോയി. അതേപോലെ ഐ എനർജി കോഴിക്കും ഇതേപോലെ കണ്ണിൽ ഇങ്ങനെ ചീ വന്ന് പറഞ്ഞിട്ട് കോഴിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താന്ന് അറിയില്ല, എന്താ അങ്ങനെയാന്ന് അറിയില്ല. എന്നിട്ട് ഐ എനർജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കുറെ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോ അത് ക്ലിയർ ആയി. കോഴിയില് ഞാനും പരീക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ മേഡം. ഓക്കെ ഓക്കെ. പിന്നെ വേറെ എനർജി ഉപയോഗിച്ചിട്ടുണ്ട്, രജനി മേഡം ഉപയോഗിച്ചിട്ടുണ്ടോ ഈ എനർജി? കാഴ്ചക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതില് നല്ല മാറ്റം ഉണ്ട് എന്നാ പറഞ്ഞത്. കണ്ണട ഉപയോഗിക്കുന്ന ആളാണ്. ഏട്ടൻ ഈ മീറ്റിങ്ങിലുണ്ട്, ഷോപ്പിലാവും, അപ്പൊ തിരക്കിലാവും, അതുകൊണ്ടാണ് അത് പറയാതിരിക്കുന്നത്. അതുപോലെ എന്റെ അമ്മയ്ക്കും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ വലത് കണ്ണിന് ഞരമ്പിനൊരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും അതില് കാഴ്ചക്ക് നല്ല മാറ്റമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ആഴ്ച അത് കാണിക്കാൻ പോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞരമ്പിന്റെ പ്രശ്നം ഡോക്ടറെ കാണിക്കുക ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കാഴ്ചക്ക് നല്ല മാറ്റമുണ്ട് എന്നാ പറഞ്ഞത്. ആ കണ്ണൊരു കലക്കുള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല മാറ്റം തന്നെയാണ്. അപ്പൊ സാറേ, അത് എനിക്കും തന്നെ അങ്ങനെയുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട് കണ്ണിന്. അതായത് കുറച്ച് വിട്ട് പിടിക്കണം, ബുക്കൊക്കെ വിട്ട് പിടിച്ചിട്ടേ വായിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പൊ അടുത്ത് പിടിച്ചിട്ടൊന്നും വായിക്കാൻ കഴിയില്ല. അപ്പൊ ഞാനിങ്ങനെ കുറെ ദിവസങ്ങളായി ഇതൊന്ന് യൂസ് ചെയ്യണം എന്നുള്ളത്, എന്താവും എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇരിക്കണം, ഇനി ഉപയോഗിക്കണം. എന്തായാലും അടുത്ത ഇതില് ഞാൻ ആ റിസൾട്ട് ഞാൻ പറയും. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ മേഡം. പിന്നെ ഈ കണ്ണ് ചുവന്നിട്ടുള്ള അസുഖത്തിന്റെ ഞാൻ കൊടുത്തിട്ട് മാറ്റം കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം ഇട്ടിച്ചപ്പോഴേക്കന്നെ അതിൽ നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. ഹലോ ഹലോ പറഞ്ഞോ മേഡം. സാറേ, ഞാന് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ണ് ഭയങ്കര ചൊറിച്ചിൽ, അലർജി ഒക്കെ ആയിരുന്നു. നല്ല മാറ്റമുണ്ട്. ഇറ്റിക്കുമ്പോഴൊക്കെ ഇപ്പം കുറച്ചായിട്ട് ഉപയോഗിക്കാഞ്ഞിട്ടാണ്. അപ്പൊ ഇടയ്ക്ക് ചൊറിച്ചിൽ വരുമ്പോഴൊക്കെ ഞാൻ അന്നേരം എടുത്ത് ഇറ്റിച്ചു കൊടുക്കും. അപ്പൊ നല്ല മാറ്റമാണ്. നല്ല അടിപൊളി സാധനം.